ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ട്യൂഷൻ സെൻറ്റർ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ സാമൂഹ്യക്ഷേമ പദ്ധതികളാണ്. ഇതൊരു പാർട്ട് 1 ആണ്. തുടർന്നും ഇതിൻ്റെ അടുത്തടുത്ത പാർട്ടുകൾ തുടർന്നുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മുമ്പത്തെ ക്ലാസ് കാണാത്തവർ മുമ്പത്തെ ക്ലാസ് കാണുക. സോ ഒട്ടും തന്നെ ലാഗില്ലാണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന കാഴ്ചപ്പാടിന് ഗുണമായി സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ നടപ്പിലാക്കിയ പദ്ധതി. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന കാഴ്ചപ്പാടിന് ഗുണമായി സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. റീച്ച് റിസോഴ്സ് എൻഹാൻസ്മെന്റ് അക്കാഡമി ഫോർ കരിയർ ഹൈറ്റ്സ്. റിസോഴ്സ് എൻഹാൻസ്മെന്റ് അക്കാഡമി ഫോർ കരിയർ ഹൈറ്റ്സ്. സ്ത്രീകളുടെ തൊഴിൽ മേഖലയിലെ ഉന്നമനത്തിനായി സർക്കാർ മേഖലയിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ ഫിനിഷിംഗ് സ്കൂളാണ് റീച്ച്. ISO സർട്ടിഫിക്കേഷനുണ്ട്. +2 കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പരിശീലനം നൽകി പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്നു. തിരുവനന്തപുരത്തും കണ്ണൂർ പിലാത്തറയിലുമാണ് റീച്ച് സ്ഥിതി ചെയ്യുന്നത്. സ്ത്രീകളുടെ തൊഴിൽ മേഖലയുടെ ഉന്നമനത്തിനായി സർക്കാർ മേഖലയിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ ഫിനിഷിംഗ് സ്കൂളാണ് റീച്ച്. ISO സർട്ടിഫിക്കേഷൻ ഉണ്ട്. +2 കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പരിശീലനം നൽകി പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്നു. തിരുവനന്തപുരത്തും കണ്ണൂർ പിലാത്തറയിലുമാണ് റീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഹരിതശ്രീ ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന വനവൽക്കരണ പദ്ധതി. ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന വനവൽക്കരണ പദ്ധതി. റെസ്ക്യൂ ഹോം അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും സമൂഹത്തിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം നൽകി പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് റെസ്ക്യൂ ഹോമുകൾ. മലപ്പുറം ജില്ലയിലെ തവനൂരിൽ പ്രവർത്തിക്കുന്നു. അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും സമൂഹത്തിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം നൽകി പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് റെസ്ക്യൂ ഹോമുകൾ. മലപ്പുറം ജില്ലയിലെ തവനൂരിൽ പ്രവർത്തിക്കുന്നു. ഹരിത കേരളം മിഷൻ ശുചിത്വ മാലിന്യ സംസ്കരണം, മണ്ണ് ജല സംരക്ഷണം, ജൈവകൃഷിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം എന്നീ 3 മേഖലകൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി. ശുചിത്വ മാലിന്യ സംസ്കരണം, മണ്ണ് ജല സംരക്ഷണം, ജൈവകൃഷിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം എന്നീ 3 മേഖലകൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. സേവന 1970 മുതലുള്ള ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ വഴി നൽകുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതി. 1970 മുതലുള്ള ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ വഴി നൽകുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതി. സേവാഗ്രാം ഗ്രാമീണർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ കൂടുതൽ അടുത്ത് ലഭിക്കുന്നതിനുള്ള ജനസേവന കേന്ദ്രമാണ് സേവാഗ്രാം. ഗ്രാമീണർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ കൂടുതൽ അടുത്ത് ലഭ്യമാക്കുന്നതിനുള്ള ജനസേവാ കേന്ദ്രങ്ങളാണ് സേവാഗ്രാം. സേഫ് കിറ്റ് സെക്ഷൽ അസോൾട്ട് ഫോറൻസിക് എവിഡൻസ് ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നവർക്ക് ആവശ്യമായ മുഴുവൻ പരിശോധനകളും നടത്തി തെളിവിന് വേണ്ട സാമ്പിളുകൾ ശാസ്ത്രീയമായി ശേഖരിക്കുന്നതിനാണ് സേഫ് കിറ്റ് നടപ്പാക്കുന്നത്. ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഇന്ത്യയിൽ ആദ്യമായാണ്. ആദ്യഘട്ടമായി സംസ്ഥാനത്തെ മുഴുവൻ ഗൈനക്കോളജിസ്റ്റുമാർക്കും പരിശീലനം നൽകും. ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നവർക്ക് ആവശ്യമായ മുഴുവൻ പരിശോധനകളും നടത്തി തെളിവിന് വേണ്ട സാമ്പിളുകൾ ശാസ്ത്രീയമായി ശേഖരിക്കുന്നതിന് സേഫ് കിറ്റ് നടപ്പാക്കുന്നു. ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഇന്ത്യയിൽ ഇതാദ്യമായാണ്. ആദ്യഘട്ടമായി സംസ്ഥാനത്തെ മുഴുവൻ ഗൈനക്കോളജിസ്റ്റുമാർക്കും പരിശീലനം നൽകും. സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസേബിലിറ്റീസ് വൈകല്യം തടയൽ, പ്രാരംഭ നിർണയം, വിദ്യാഭ്യാസം, തൊഴിൽ പുനരധിവാസം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പരിപാടി. ജന്മനായുള്ള വൈകല്യം തടയാൻ കുട്ടികൾക്ക് സൗജന്യ MR കുത്തിവയ്പ്പും കൗമാരക്കാർക്ക് റുബല്ല കുത്തിവയ്പ്പും നൽകുന്നു. വൈകല്യം നേരത്തെ കണ്ടെത്താൻ അംഗനവാടിയിലെ പ്രവർത്തകർക്ക് പ്രത്യേക പരിശീലനം നൽകും.
വൈകല്യം തടയൽ, പ്രാരംഭ നിർണയം, വിദ്യാഭ്യാസം, തൊഴിൽ, പുനരധിവാസം എന്നിവ ലക്ഷ്യമാക്കിയിട്ടുള്ള പരിപാടി. ജന്മനായുള്ള വൈകല്യം തടയാൻ കുട്ടികൾക്ക് സൗജന്യ MR കുത്തിവയ്പ്പും കൗമാരക്കാർക്ക് റുബെല്ല കുത്തിവയ്പ്പും നൽകുന്നു. വൈകല്യം നേരത്തെ കണ്ടെത്താൻ അംഗനവാടി പ്രവർത്തകർക്ക് പ്രത്യേകം പരിശീലനം നൽകും. സ്വാശ്രയ, ഭിന്നശേഷിയോ വൈകല്യമോ ഉള്ള കുട്ടികളുടെ മാതാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ ഒറ്റത്തവണ ധനസഹായം 35,000 രൂപ. ഭിന്നശേഷിയോ ബുദ്ധിവൈകല്യമോ ഉള്ള കുട്ടികളുടെ മാതാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ ഒറ്റത്തവണ ധനസഹായ പദ്ധതി ധനസഹായം 35,000 രൂപ. സ്വാസ്ഥ്യം, അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടി. കുടുംബശ്രീയും തിരുവനന്തപുരം RCCയും സംയുക്തമായാണ് പ്രവർത്തിക്കുന്നത്. അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടി. കുടുംബശ്രീയും തിരുവനന്തപുരം RCCയും സംയുക്തമായാണ് പ്രവർത്തിക്കുന്നത്. സംഘകൃഷി, കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ള ഭൂരഹിതരായ അയൽക്കൂട്ട കുടുംബങ്ങൾക്ക് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് സംഘകൃഷിയുടെ ലക്ഷ്യം. കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ള ഭൂരഹിതരായ അയൽക്കൂട്ട കുടുംബങ്ങൾക്ക് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് സംഘകൃഷിയുടെ ലക്ഷ്യം. സംരംഭകത്വ വികസന ക്ലബ്, വിദ്യാർത്ഥികളും യുവാക്കളിലും സംരംഭകത്വ സ്വഭാവം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ED ക്ലബ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ്ബ് ആരംഭിച്ചത്. വിദ്യാർത്ഥികളിലും യുവാക്കളിലും സംരംഭകത്വ സ്വഭാവം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ED ക്ലബ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ്ബ് ആരംഭിച്ചത്. സുവർണ കേരളം പദ്ധതി, നൂതനവും ആരോഗ്യകരവുമായ കൃഷിരീതിയിലൂടെ പച്ചക്കറി രംഗത്ത് സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കി സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. നൂതനവും ആരോഗ്യകരവുമായ കൃഷിരീതിയിലൂടെ പച്ചക്കറി രംഗത്ത് സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കി സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. സുരക്ഷിത ആഹാരം ആരോഗ്യത്തിന് ആധാരം. സുരക്ഷിത ആഹാരത്തെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതി. സുരക്ഷിത ആഹാരത്തെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതി. സുരക്ഷാരഥം, സെൽഫ് കണ്ടെയ്ൻഡ് മൊബൈൽ ട്രെയിനിങ് വെഹിക്കിൾ, ഫാക്ടറി തൊഴിലാളികളുടെ ആരോഗ്യം, ക്ഷേമം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തൊഴിലാളികൾക്ക് അവരവരുടെ ജോലിസ്ഥലത്തെത്തി ആരോഗ്യ വിഷയങ്ങളിൽ വിവിധ പരിശീലനം നൽകി വരുന്നു. ഫാക്ടറി തൊഴിലാളികളുടെ ആരോഗ്യം, സുരക്ഷ, ക്ഷേമം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തൊഴിലാളികൾക്ക് അവരവരുടെ ജോലിസ്ഥലത്തെത്തി ആരോഗ്യ വിഷയങ്ങളിൽ വിവിധ പരിശീലനം നൽകി വരുന്നു. സീതാലയം, ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹ്യ ശാസ്ത്രീകരണ പദ്ധതി. ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹ്യ ശാസ്ത്രീകരണ പദ്ധതി. സിറ്റിസൺ സേഫ്റ്റി, സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും യാത്രാവേളകളിൽ സുരക്ഷിതമാക്കാൻ കേരള പോലീസ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ്. ആപത്ത് ഘട്ടങ്ങളിൽ അടിയന്തര സന്ദേശം നൽകാൻ ഇതിൽ സംവിധാനമുണ്ട്. സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും യാത്രാവേളകൾ സുരക്ഷിതമാക്കാൻ കേരള പോലീസ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ്. ആപത്ത് ഘട്ടങ്ങളിൽ അടിയന്തര സന്ദേശം നൽകാൻ ഇതിൽ സംവിധാനമുണ്ട്. സ്വാന്തനം, കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്ന ചികിത്സാ പദ്ധതി. പരിശീലനം നേടിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാരാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്ന ചികിത്സാ പദ്ധതി. പരിശീലനം നേടിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സുമാരാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. സാഫല്യം, വീടും വസ്തുവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റുകൾ നിർമ്മിച്ച് നൽകുന്ന പദ്ധതി. വീടും വസ്തുവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റുകൾ നിർമ്മിച്ച് നൽകുന്ന പദ്ധതി സാഫല്യം. സ്നേഹിത, ആക്രമണത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയകേന്ദ്രം. ആക്രമണത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി
തുടങ്ങിയ അഭയകേന്ദ്രം. സ്നേഹസ്പർശം പദ്ധതി. ചൂഷണത്തിന് വിധേയരായി അമ്മമാരാകുന്ന അവിവാഹിതർക്ക് ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി പുനരധിവസിപ്പിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി. സ്നേഹസ്പർശം പദ്ധതി തന്നെ പഠിക്കുക, കാരണം അടുത്ത് തന്നെ സ്നേഹസ്പർശം എന്നുള്ളൊരു പദ്ധതിയുണ്ട്. ചൂഷണത്തിന് വിധേയരായി അമ്മമാരാകുന്ന അവിവാഹിതർക്ക് ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി പുനരധിവസിപ്പിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി. സ്നേഹസ്പർശം ആദിവാസി സ്ത്രീകളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതി. ആദിവാസി സ്ത്രീകളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതി. സ്നേഹസ്വാന്തനം എൻഡോസൾഫാൻ ദുരിതബാധിതരായി വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതരായി വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി. സ്നേഹപൂർവം പദ്ധതി. മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെയാകുകയും ചെയ്യുന്ന വീടുകളിലെ കുട്ടികൾ അനാഥാലയങ്ങളിൽ തള്ളപ്പെടാതെ അവരുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന് വിദ്യാഭ്യാസം നേടുക എന്ന ഉദ്ദേശത്തോടെ പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതി 2013 നവംബറിൽ ആരംഭിച്ചു. മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെയാകുകയും ചെയ്യുന്ന വീടുകളിലെ കുട്ടികൾ അനാഥാലയങ്ങളിൽ തള്ളപ്പെടാതെ അവരുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന് വിദ്യാഭ്യാസം നേടുക എന്ന ഉദ്ദേശത്തോടെ പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതി 2013 നവംബറിൽ ആരംഭിച്ചു. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നമ്മൾ ഇതുവരെ ഒരു 25 പദ്ധതികൾ നമ്മൾ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ 25 30 പദ്ധതികൾ പഠിപ്പിക്കുന്നതായിരിക്കും. സോ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. അടുത്ത വീഡിയോയിൽ റെക്ടിഫൈ ചെയ്യാം. കൂടുതൽ വീഡിയോയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. താങ്ക് യു.